കണ്ണൂരിൽ വിശ്രമജീവിതം നയിക്കുന്ന കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ ദിവാകരന് കേരള കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയും കണ്ണൂർ എംഎൽഎയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ദിവാകരന്റെ വീട്ടിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അംഗത്വം സമ്മാനിച്ചു. കാർട്ടൂൺ എന്ന കല സമൂഹത്തെ നേരെ നയിക്കാൻ സാധിക്കുന്ന ശക്തമായ ആയുധമാണെന്ന് മന്ത്രി പറഞ്ഞു. ചിന്താത്മകവും നർമ്മവുമുള്ളതുകൊണ്ട് സാധാരണക്കാരിലേക്ക് ലളിതമായി സംവദിക്കും. അത്ര ശക്തമായ ഈ കലയെ ആദ്യകാലങ്ങളിൽ പൊതുപ്രവർത്തകർക്ക് ഭയമായിരുന്നു. അവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാർട്ടൂണുകളെ സ്വീകരിച്ചിരുന്നു, വിമർശനം ഉൾക്കൊണ്ടിരുന്നു. ആ കാലം നമുക്ക് നഷ്ടപ്പെട്ടെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. ആസ്വദിക്കാൻ വൈജ്ഞാനിക ഡിഗ്രി ഒന്നും വേണ്ട, പക്ഷേ അത് കണ്ടാസ്വദിക്കാൻ ഏത് മനസ്സിലേക്ക് സാധിക്കും. അതാണ് ഞാൻ ഓർമ്മിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആസ്ഥാന ഭൂമികൾ ശങ്കറിൻ്റെ വളരെ വിമർശനാത്മകമായ കാർട്ടൂണൊക്കെ വരും. നെഹ്റുവിൻ്റെ അടുത്ത ആളാണ്, പക്ഷേ ആ കാർട്ടൂൺ വന്നു കഴിഞ്ഞാൽ നെഹ്റു അത് ആസ്വദിക്കും. അതിൽ പരാഭവമൊന്നും പരിഭവമില്ല, അത്രയേറെ വാചാലമാണ്. അതിന് ഞാൻ പോയിട്ടുണ്ട്. ട്രാഫിക് മാർഗിലാണ്, 10 ഓഫീസിനടുത്താണ് പറയുന്നത്. അടിയന്തരാവസ്ഥയെ ഒരു പ്രസിഡന്റ് കുളിക്കാണ്, ബാത്റൂമിൽ വെച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ട അവിടെ. ആ സന്ദർഭത്തിലെ ഗോളിലൊക്കെ സൃഷ്ടിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സാഹചര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരാവിഷ്കാരം കലാസുഭകതയോടെ ആശയ ഗാംഭീര്യത്തോടെ പ്രൗഢിയോടുകൂടി വരകളിലൂടെ ഉന്നീതമാക്കപ്പെടുന്ന കഴിഞ്ഞാണ് കാർട്ടൂൺ. ആ കാർട്ടൂൺ ചിത്രകലാരംഗത്ത് നൽകിയ മഹത്തായ സംഭാവനകൾ കണക്കിലെടുത്താണ് കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ടാംഗത്വം ദിവാകരന് നൽകിയത്. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥ്, അക്കാദമി ട്രഷറർ PM നൌഷാദ്, കാർട്ടൂണിസ്റ്റ് സുരേന്ദ്രൻ വാരച്ചാൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, ആർട്ടിസ്റ്റ് മഹേഷ് മാറോളി, JP നിർമ്മലഗിരി, ജയരാജ് വെള്ളൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ സോണിന് വേണ്ടി പ്രസിഡന്റ് കേണൽ VP സുരേശൻ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.